അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ കുറ്റം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചാണ്. ആദ്യം അത് വേറെ ആരുടെയും നമുക്കിങ്ങനെ കടന്നു ചെന്ന് പറയേണ്ട കാര്യമില്ല. ജീവിതം, കുടുംബം എന്ന് പറയാൻ ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതായിട്ട് നിൽക്കേണ്ടത്. അപ്പം ഭാര്യയെക്കുറിച്ച് കുറ്റം പറയുന്ന ഭർത്താക്കന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുമ്പ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കരുതേ പ്ലീസ്. അപ്പം ഞാൻ ഒരുപാട് പേരിങ്ങനെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കൂടുതലും പറയുന്നത് ഭർത്താക്കന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളിപ്പം പലരോടും ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അവളല്ലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, രാവിലെ എഴുന്നേക്കില്ല, അച്ഛനോട് അങ്ങനെ പറഞ്ഞ്, അമ്മയോട് ഇങ്ങനെ പറഞ്ഞ്, സമയത്ത് ആഹാരം തരില്ല, ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയോ? ബെഡ്റൂമിൽ ചെന്ന് അവസാനിക്കും. അവിടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരാളുടെ അനുവാദം ഇല്ലാതെ അവർ ഇങ്ങനെ ഒരു ബെഡ്റൂമിൽ കയറുന്നത് പോലും തെറ്റാണ്. അത്ര പ്രൈവസി ആവശ്യമുള്ള സ്ഥലം തന്നെയാണ് നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് ഒരാളിനെ ആ ബെഡ്റൂമിൽ കയറ്റുക പോലും ചെയ്യരുത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെന്തൊരു കാര്യം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട്, അത് അങ്ങനെ വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കുന്നവരായാലും നമ്മൾ അങ്ങനെ കയറി ചെല്ലുന്നവരാണെങ്കിലും കേൾക്കുമ്പോഴെങ്കിലും ചിന്തിക്കാം, അതൊരു പ്രൈവറ്റ് സ്ഥലമാണ് അല്ലേ? അപ്പം എന്തിനാണ് റൂമാക്കി വെച്ചിരിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ റൂം എന്തിനാണ് അല്ലേ? അതിനെന്തിനാണ് ഡോറും, എന്തിനാണ് ജനാലകൾ അല്ലേ? അപ്പം അവിടെ ഒരു പ്രൈവസി ഉണ്ട്. അതിലേക്ക് നമ്മൾ പെട്ടെന്നൊന്നും ചെന്ന് കയറരുത്. ഇപ്പം നമ്മൾ വീടിൻ്റെ വെളിയിൽ കോളിംഗ് ബെൽ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ ബെല്ല് വെച്ചിരിക്കുന്നത്? അതെന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്തുകൊണ്ടൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിളിച്ചുകൊണ്ട് ചെല്ലണം എന്ന് പറയുന്നത് എന്തിനാണ്? ഇതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ പറയട്ടെ, റൂമാണ്, ഭാര്യയും ഭർത്താവിൻ്റെയും റൂമാണ്. അത് അവരുടെ സ്ഥലമാണ്. അതിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് കയറിക്കോട്ടെ എന്നൊരു അനുവാദം ചോദിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മര്യാദയാണ്. അത് നമുക്ക് തന്നെ നൽകുന്ന ഒരു മര്യാദയും അത് ഏതൊക്കെ വ്യക്തികളുടെ റൂമാണെന്ന് വെച്ചാൽ അവർക്ക് നൽകുന്ന ഒരു മര്യാദയാണ്. നമ്മളങ്ങനെ അവരോട് ചോദിച്ചാൽ അവിടെ ഏറ്റവും വലിയൊരു പൊസിഷനിലേക്ക് എത്തിപ്പെടുന്നത് ഈ ചോദിക്കുന്ന ആളാണ്. അത് വലിയൊരു മര്യാദയാണ്. അപ്പോൾ അങ്ങനെയുള്ള മര്യാദ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴും കയറ് എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അതാണ് ആ ഒരു മര്യാദ എന്നുള്ളത്. അതൊക്കെ നമ്മൾ പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളവിടെയൊക്കെ നല്ലൊരു പൊസിഷനിലേക്ക് ചെല്ലുകയാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും റൂം അവരുടേതായിട്ടുള്ള പ്രൈവസിയാണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ അവർക്ക് പലതും പറയാനും ചോദിക്കാനും ഒക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റാരും കയറുന്നത് ശരിയല്ല. ഇപ്പം കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ആദ്യമേ പരിഹരിക്കേണ്ടത് ഇവർ തമ്മിൽ ആണ്. ഭാര്യയോടും ചോദിക്കാം, ഭർത്താവിനോടും ചോദിക്കാം. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത്? അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് മൂന്നാമതൊരാൾ ആ സ്ഥലത്തേക്ക് വരുന്നത്. ഈ മൂന്നാമതൊരാൾ എത്തിയാൽ അവിടെ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം ഇല്ലാണ്ടാവും. കാരണം നിങ്ങളെ നിയന്ത്രിക്കുന്നത് പിന്നീട് ആ മൂന്നാമതൊരു വ്യക്തിയായിരിക്കും കൂടുതലായിട്ട്. നമ്മൾ മൂന്നാമതൊരു വ്യക്തിയെ ആശ്രയിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉപദേശം ആവശ്യമാണ് എന്നത് തോന്നിയിട്ടാണ് അല്ലേ? നമ്മുടെ മനസ്സിനത് തോന്നുകയാണ് മൂന്നാമതൊരാളുടെ ഉപദേശം ആവശ്യമാണെന്ന്. ചിലപ്പോൾ ഈ മൂന്നാമതൊരാളോട് ഉപദേശത്തിന് പോകുന്നത് ചിലപ്പം ഭാര്യ അറിയത്തില്ല, ചിലപ്പം ഭർത്താവും അറിയില്ല. ഭാര്യയായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്, ചിലപ്പം ഭർത്താവ് അറിയത്തില്ല.
ഭർത്താവാണ് ചോദിക്കുന്നത്, ചിലപ്പോൾ ഭാര്യ അറിയില്ല. മനസ്സിലായോ? അങ്ങനെ അറിയാതെ പോകുന്നു. അപ്പോഴെന്താണ്, മനസ്സിനെ സംബന്ധിച്ചൊന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ, തുറക്കാൻ ഇച്ചിരി പ്രയാസമാണ്, ആ മനസ്സിൻ്റെ വാതിലൊന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുകയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പൂട്ടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ വരെ അറിയാതെ തുറന്നു പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഇതെന്താണ്, കേൾക്കുന്ന ആൾക്ക് എന്താണ് സംഭവിക്കുക, അവർക്ക് ഒരു സദ്യ കിട്ടിയതുപോലെ ആയിരിക്കും. ചിലപ്പോൾ ഒരു പാൽപ്പായസം കൂടെ കിട്ടിയതുപോലെ ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും മൂന്നാമതൊരാളിതിനെ കാണുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം നമ്മളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏതു നേരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മുടെ കുടുംബത്തിനകത്തുള്ളവരാണെങ്കിൽ പോലും അവർ നമ്മുടെ സന്തോഷത്തിനായിരിക്കില്ല എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. അവരുടെ ഉള്ളിൽ എന്താണ് നമുക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നത്, ഭാര്യയെക്കുറിച്ച് ഭർത്താവോ ഭർത്താവിനെക്കുറിച്ച് ഭാര്യയോ മറ്റൊരാളോട് കുറ്റം പറയുന്നത് മാക്സിമം ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വിഷമം വരുന്നു, നമ്മുടെ ഭർത്താവ് നമ്മളെ കേൾക്കുന്നില്ലെങ്കിൽ അത് പറയാം, നമുക്ക് നല്ല വിശ്വാസമുള്ളിടത്ത് പറയാം. പക്ഷെ പറയുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ വേണം അത് അവരോട് അവതരിപ്പിക്കാൻ. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയും അവരുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ മറന്നാലും അവർ മറക്കില്ല. പിന്നീടൊന്നും ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ പ്രശ്നമൊക്കെ തീർന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും സന്തോഷമായി ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ കാണുമ്പോൾ ഇവർക്ക് ആദ്യം തോന്നുന്നത് നിങ്ങൾ പറഞ്ഞു തന്ന് കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചെറിയ അസൂയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ മനസ്സിലിരിക്കില്ല, അവർ അടുത്ത ആളിനോട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി മാറും. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ഉറപ്പ് വരികയാണ്, നിങ്ങളുടെ പങ്കാളിയുമായി സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടെയും കൊണ്ട് തീരുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കാൻ പറ്റുക. അവിടെ എനിക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കില്ല. മൂന്നാമതൊരാളുടെ ഉപദേശം വേണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. അല്ലെങ്കിൽ നിങ്ങളുടെ നാടുമായിട്ട് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള മുതിർന്ന ആരായിട്ടും സംസാരിക്കാം. ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടും പറയാൻ പോകില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് വലുത്, മറ്റാർക്കുമല്ല വലുത്. നിങ്ങളുടെ പ്രശ്നം തീർത്താൽ ഏറ്റവും കൂടുതൽ സമാധാനം നിങ്ങൾക്കാണ്. ആ ഒരു ചിന്താഗതി എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഓരോ പ്രശ്നം തീർക്കാൻ മറ്റൊരാളെ ആശ്രയിച്ച് അവസാനം നിങ്ങൾക്ക് നിങ്ങളോടൊരു വെറുപ്പ് തോന്നാൻ തുടങ്ങും. എത്രയൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടും പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ, അല്ലേ? സത്യമാണ്. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സംസാരിക്കാം, അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം.